എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലാൻ ജിഹാദികൾ എന്നുള്ള എൻ്റെ വീഡിയോ പരമ്പരയുടെ മൂന്നാമത്തെ വീഡിയോയാണിത്. ഇന്നത്തെ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലഹരിക്കടിമയായ ഒരു മകൻ തൻ്റെ മാതാവിനെ, അമ്മയെ, പെറ്റ അമ്മയെ കഴുത്തറുത്തു കൊന്നു എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ്. ഈ ചെറുപ്പക്കാരൻ ലഹരിക്കടിമയാണ്. എന്നാൽ ഇതും ജിഹാദികളുമായി എന്താണ് ബന്ധം എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിലേക്ക് ലഹരി കടത്തുന്നതിൽ പ്രധാന കണ്ണികൾ എന്ന് പറയുന്നത് ജിഹാദികളാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ എത്രയോ ആളുകളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരന് ഈ ലഹരി ഉൽപ്പന്നം, MDMA, കഞ്ചാവ്, മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ കിട്ടുന്നത്? ഇതിൻ്റെ ഹോൾസെയിൽ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ജിഹാദികളാണ്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത, 1000-ലധികം സ്കൂളുകളിൽ ഈ ലഹരി മരുന്നിൻ്റെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത പുറത്തു വന്നത്. അതുമാത്രമല്ല, ചില സ്ഥലങ്ങളിൽ 65-70 വയസ്സ് പ്രായമായ ജിഹാദികളെ ഈ കഞ്ചാവും MDMAയും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എവിടുന്നാണ് ഇവർക്കിതൊക്കെ കിട്ടുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ലോബിയുണ്ട്. അത് ജിഹാദികളാണ്. ഇപ്പം ഇവിടെ ഈ വാർത്ത ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കണ്ണൂരിലെ കൊളക്കാട് താന്നിക്കുന്നിലെ ഒരു വീട്ടിൽ ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു സംഭവമാണ്. ഈ മകൻ, ഏതാണ്ട് 25 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ മകൻ, തൻ്റെ മാതാവിനെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. എന്നിട്ട് രാത്രിയിൽ ഈ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ഇദ്ദേഹം ഓടി അയൽവക്കക്കാരുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ കൊന്നു, ഇനി അച്ഛനെയും കൊല്ലണം. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അയൽവക്കക്കാർ വിചാരിച്ചു ഇത് ഇവൻ തമാശ പറയുന്നതായിരിക്കും, ചുമ്മാ പറയുന്നതായിരിക്കും തോന്നുന്നു. പക്ഷേ ഇവൻ്റെ കയ്യിലെ രക്തവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയി. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, എന്നെ വിടൂ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ ആക്കൂ, അല്ലെങ്കിൽ എന്നെ പോലീസിനെ വിളിച്ച് എന്നെ അറസ്റ്റ് ചെയ്യും. അതുമാത്രമല്ല, ഇവൻ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പനെയും കൊല്ലും. അപ്പോൾ എന്താണ് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയ ചിന്ത എന്താണ്? അതായത് ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഇദ്ദേഹം ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ഒരു BCA വിദ്യാർത്ഥിയാണ്. ബാംഗ്ലൂരാണ് ഈ മയക്കുമരുന്നിൻ്റെ കേന്ദ്രം. അവിടെയുള്ള കോളേജുകൾ, സ്കൂളുകളെല്ലാം കേന്ദ്രീകരിച്ച് വലിയ വിൽപ്പനകളാണ്. അവിടെ നിന്ന് വൻ ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കോളേജ് സ്റ്റുഡൻസാണ് കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും വ്യത്യാസമില്ലാതെ ഇവർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ മാതാപിതാക്കൾ പഠിക്കാൻ വിട്ട ഈ വിദ്യാർത്ഥി അവിടെ ചെന്ന് ലഹരി മരുന്നിന് അടിമയായി, ലഹരി ഉൽപ്പന്നങ്ങൾക്ക് അടിമയായി. അങ്ങനെ പിന്നീട് ഇദ്ദേഹം പൂർണ്ണമായി ലഹരിക്ക് അടിമയായി. എന്നാൽ ഈ വാർത്തയിൽ പറയുന്നത്, തൻ്റെ മകനെ വീണ്ടും ആ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അവനെ ഒരുപാട് ഉപദേശിച്ചു, അവനെ ഒരുപാട് നന്നാക്കാൻ പല കാര്യങ്ങളും ശ്രമിച്ചു. എനിക്ക് ഒരു കഞ്ചാവ് വലിക്കാരനെയും MDMAയും അതുപോലെ സിറിഞ്ച് കൊണ്ട് ശരീരത്ത് ഈ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അറിയാം. പുള്ളി ഒരു നേരം കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ ഇവൻ്റെ കണ്ണുമൊക്കെ ചുമന്ന് തുടുത്ത് ഇവനൊരു ഭ്രാന്തനെ പോലെയാകും. ഒരു ഭ്രാന്തനെ പോലെയാണ് ഇവൻ ആക്ട് ചെയ്യുന്നത്.
അവൻ്റെ കുടുംബജീവിതം നശിച്ചു, അവൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഇപ്പോൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. നല്ല സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം 5 നേരം കഞ്ചാവ് വലിക്കണം. രാവിലെയും, പിന്നെ ഒരു 11 മണിയാകുമ്പോഴും, പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ ഒരു 4 മണിക്ക്, രാത്രി. ഈ കഞ്ചാവില്ലെങ്കിൽ അവന് ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവന് രാവിലെ കക്കൂസി പോകണമെങ്കിൽ ഈ കഞ്ചാവ് വലിക്കണം. അതോടൊപ്പം മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും. അപ്പം ഇത് കേരളം മുഴുവൻ ഉള്ള സംഭവങ്ങളാണ്. നിങ്ങൾ ഒരു 6 മണി കഴിഞ്ഞ് കേരളത്തിൽ ഓരോ സ്ഥലത്ത് നിങ്ങളൊന്ന് ഇറങ്ങി നിന്ന് നോക്കുക. ഈ ചെറുപ്പക്കാർ, നമ്മൾ പലപ്പോഴും പറയും ഫ്രീക്കന്മാരെന്ന് പറയും, മുടിയൊക്കെ നീട്ടി വളർത്തി പല രീതിയിൽ ഇവന്മാർ ബൈക്കൊക്കെ ഓടിച്ച് ഭയങ്കര സ്പീഡിൽ ഓടിക്കുകയും ബഹളം വെക്കുകയും അലറുകയും കൂവുകയൊക്കെ ചെയ്യുക. കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ ഒക്കെ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെയും അതുപോലെ ഉപയോഗിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അടുത്തായി ഈ പെരുമ്പാവൂരിൽ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ഒന്ന് പെരുമ്പാവൂരും ഈരാറ്റുപേട്ടയും. ഇവിടെയൊന്നും രാത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസങ്ങളാണ്. അവിടെയൊക്കെ ഈ ബംഗ്ലാദേശിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ കുടിയേറിയ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ പതുക്കെ അവരെ ഒക്കെ ഇവിടെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികൾ, പല ആളുകളും അവിടെ കടന്നു വന്ന് അവരും ഇത് വിൽക്കുകയും വാങ്ങുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ചെല്ലും തോറും ഈ കേരളത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ജിഹാദിവൽക്കരണമുണ്ട്. അതിനെ നാർക്കോട്ടിക് ജിഹാദ് എന്നാണ് പാലാ ബിഷപ്പ് വിളിച്ചിരിക്കുന്നത്. നാർക്കോട്ടിക് ജിഹാദ്. ലവ് ജിഹാദുണ്ട്, ലാൻഡ് ജിഹാദുണ്ട്, അതാണ് വഖഫ് ബോർഡ്. പിന്നെ ഭക്ഷണത്തിലുള്ള ജിഹാദുണ്ട്, അതാണ് ഹലാൽ ഫുഡ്. ഇപ്പോൾ വേണ്ട നാർക്കോട്ടിക് ജിഹാദുണ്ട്. അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ജിഹാദാണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ വൻ അപകടമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെറുതോറും. ഇത് ഇതര മതത്തിൽപ്പെട്ട ആളുകളെ ഇവർ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ ലഹരിക്ക് അടിമയായതിൻ്റെ പിന്നിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ക്രമാതീതമായി ഈ ലഹരി ഉൽപ്പന്നങ്ങൾ ഇവിടെ ഈ ജിഹാദികൾ വിറ്റഴിക്കുന്നു. അത് അവർ പലരെയും ഇരയാക്കുന്നു. ഒരു നിമിഷം പോലും ഈ ലഹരി ഉൽപ്പന്നങ്ങളില്ലാതെ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. അവരുടെ കരിയർ നഷ്ടപ്പെടുന്നു, അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു, അവരുടെ ജീവിതത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെടുന്നു, മാതാപിതാക്കളുടെ ബഹുമാനവും സ്നേഹവും അവർക്ക് നഷ്ടപ്പെടുന്നു. എത്ര സംഭവങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. എത്രയോ ആളുകളാണ് ഓരോ ദിവസം കൊല്ലപ്പെടുന്നത്. സർക്കാർ ഇതിനെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടോ? പോലീസ് പിടിക്കുന്നുണ്ട്, ജയിലിലിടുന്നുണ്ടോ? ഒക്കെ ശരിയാണ്. പക്ഷേ ബാറുകളുടെ സമയം കൂട്ടി, ബീവറേജുകളുടെ സമയം കൂട്ടി. അതുമാത്രമല്ല, ഒരു ടൗണുകളിലും, ഇപ്പം നമ്മൾ തിരുവല്ല ആയാലും പത്തനംതിട്ട എവിടെ ചെന്നാലും രാത്രിയിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. അതായത് കേരളത്തിൽ വാഹനം ഓടിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും 6 മണി കഴിഞ്ഞതിന് ശേഷം നല്ല തണ്ണിയിലാണ്, വെള്ളത്തിലാണ്, നല്ല മദ്യം കഴിച്ചാണ് ഇവർ വാഹനം ഓടിക്കുന്നത്. അതോടൊപ്പം മദ്യത്തോടൊപ്പം ഈ MDMA-യും അതുപോലെയുള്ള ഈ കഞ്ചാവും എല്ലാം ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. എന്തായാലും മാതാപിതാക്കളുടെ ത്യാഗവും കഷ്ടതയും കഷ്ടപ്പാടും ഒരു 25 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ
ഇവൻ്റെ ഈ തടി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ ശരീരം, ഇവൻ്റെ ഈ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഈ മാതാപിതാക്കൾ അനുഭവിച്ച ത്യാഗം, ഈ മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടത, അവരനുഭവിച്ചതായിട്ടുള്ള വിഷമം, അവരനുഭവിച്ചതായിട്ടുള്ള പട്ടിണി, രാത്രിയും പകലും പകലും രാത്രിയെല്ലാം കഷ്ടപ്പെട്ട് ഈ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് അവസാനം മക്കളുടെ കൈകൊണ്ട് തന്നെ മരണപ്പെടേണ്ട ഒരു ഗതികേട് ഇവർക്കുണ്ടാകുകയാണ്. ഇനി ഈ ചെറുപ്പക്കാരൻ ഇനി ഒരു നോർമലായി ഇവൻ ഈ കഞ്ചാവൂലിയെല്ലാം നിർത്തി MDMA ഒക്കെ ഉപയോഗം നിർത്തി വന്നാൽ പോലും ഇവൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കൽ പോലും ഈ കുറ്റബോധം മാറില്ല. ഞാൻ എൻ്റെ പെറ്റയമ്മയെ കൊന്നല്ലോ എന്നുള്ളൊരു കുറ്റബോധം എന്നും ഇവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല, ജീവിച്ചിരിക്കുന്നതിൻ്റെ അപ്പൻ അദ്ദേഹം ഒരു ഡിപ്രഷനിൽ അകപ്പെട്ട ഒരു നിരാശനായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. അദ്ദേഹത്തിനൊരു സഹോദരി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ സഹോദരിയും അവരുടെ ഭർത്താവും കുഞ്ഞുങ്ങളുമെല്ലാം ഒരു ഭയത്തോടെയായിരിക്കും ഇനി അവരുടെ ഓരോ ജീവിതവും. നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ മേലാത്തൊരവസ്ഥ, നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു ജോലിക്ക് മാന്യമായ ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ എല്ലാ മേഖലകളിലും അവർ തകർന്ന് അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഇതിൻ്റെ കച്ചവടവും അതോടൊപ്പം തന്നെ ഈ നാർക്കോട്ടിക് ജിഹാദും, അതുമാത്രമല്ല ഇത് വിറ്റഴിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമവും, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇതൊരു വലിയ കാര്യമായി തീരുകയാണ്. അതുകൊണ്ട് ഇത് വളരെയധികം ചിന്തിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുകയും അവരെ നോക്കുകയും അവരെ ചെറുപ്പം മുതൽ തന്നെ കഴിയുന്നിടത്തോളം ഈ ജിഹാദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.